സംഗീതത്തിന്റെ രാജസദസ്സിൽ വിസ്മയങ്ങൾ തീർക്കുന്ന പുത്തൻ താരോദയങ്ങളുമായി ITL World Junior Idol Season 2 is here. Everybody, welcome to another beautiful episode of ITL World Junior Idol Season 2. അപ്പം everything is set. നമുക്ക് ഇനി നമ്മുടെ ഫേവറേറ്റ് ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. ബിജി ബാൽ, രഞ്ജിനി ജോസ് ആൻഡ് അരുന്ധതി ചേച്ചി. Let's move to the first performance. Sing with piano roundil ഈ വേദിയിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു ഉണ്ണിമായ. Put your hands together for ഉണ്ണിമായ. ഉണ്ണിമായ വളരെ ഗ്ലിറ്ററിങ് കോസ്റ്റ്യൂം നല്ല ഇട്ട് വന്നു. ഇന്ന് സോങ്ങിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അച്ഛൻ്റെ അടുത്ത് ചോദിക്കാം അല്ലേ? ഓക്കെ അങ്കിൾ, ഇന്ന് ഉണ്ണിമായ ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? 1971 പുറത്തിറങ്ങിയ കൊച്ചനിയെത്തി എന്ന സിനിമയിലെ ശ്രീകുമാരസ്വാമി സാർ രചന നിർവഹിച്ച് പുകഴേന്തി സാർ സംഗീതം കൊടുത്ത സുന്ദരരാവിൽ എന്ന പാട്ട് ജാനകമ്മ പാടിയത്. ഓക്കെ, അങ്കിളാണോ സെലക്ട് ചെയ്ത് കൊടുത്തത് അല്ലെങ്കിൽ? അല്ല, അമ്മയാണ്. ആന്റിയാണ് സെലക്ട് ചെയ്ത് കൊടുത്തത് അല്ലേ? ആന്റിയുടെ ഫേവറേറ്റ് സോങ് ആണോ? ആണല്ലേ. അങ്കിള് നന്നായിട്ട് പാടുന്നു ഞാൻ കേട്ടു. അങ്കിളിനെ കൊണ്ട് പാടിപ്പിക്കണമെന്നുണ്ട്. പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഐ വിൽ കം ബാക്ക് ടു യു. അപ്പം നമുക്ക് ഓക്കെ പെർഫോമൻസ് കാണാം അല്ലേ? ഓക്കെ നിമായ, ഗുഡ് ലക്ക്. ലെറ്റ്സ് വാച്ച് ഇറ്റ്.
ഉണ്ണിമായ ഓസം പെർഫോമൻസ്. അതിനു മുമ്പ് എനിക്ക് ആൻറ്റീനോടാണ് താങ്ക്സ് പറയാനുള്ളത്, നല്ലൊരു സോങ് സെലക്ട് ചെയ്ത് കൊടുത്തതിന്. നമ്മുടെ കണ്ടസ്റ്റൻസ് മിക്കവരും തമിഴ് സോങ്സ് ആയിരുന്നു സെലക്ട് ചെയ്ത്. നല്ലൊരു മലയാളം നമ്മൾക്ക് പ്രിയപ്പെട്ട ഒരു പഴയ ഒരു മലയാളം ഗാനം സെലക്ട് ചെയ്ത് തന്നതിന് ആൻറ്റിക്ക് ഫസ്റ്റ് ഒരു വലിയ കയ്യടി. അങ്കിൾ, നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്ത പോലെ ഇപ്പം പാടാൻ റെഡിയല്ലേ? ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാം. സെയിം ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും? ഓക്കെ. അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ, അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. Big round of applause. Thank you so much, uncle. മോളു നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. അച്ഛൻ പണ്ട് യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൽ കോഴിക്കോടുള്ള കുറെ ഗാനമേളയ്ക്കൊക്കെ പോയിരുന്നു. പിന്നെ പഠിത്തവും ജോലിയൊക്കെ ആയപ്പോ അത് വിട്ടു. അങ്കിൾ ഒന്നുകൂടെ പൊടി തട്ടി എടുക്കണം. ആന്റി പാടുവോ? ഇല്ല, മ്യൂസിക് ലവർ ആണ്. കേട്ട് മോളെ കറക്റ്റ് ചെയ്ത് കൊടുക്കുവോ സംഭവങ്ങളൊക്കെ? അതൊക്കെ അറിയാം. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് കമന്റ്സ് അറിയാം അല്ലേ? നമ്മളൊക്കെ ആ പാട്ടിലായിപ്പോയി അങ്കിൾ. ഇനി കമന്റ്സ് അറിയണം. ജഡ്ജസ്, ഉണ്ണിമായ ഗ്രേറ്റ് സെലക്ഷൻ ട്ടോ. പാട്ട് നല്ല പാട്ട്. പുകഴേന്തി എന്ന് പറയുന്ന മ്യൂസിക് കമ്പോസറെ ആരും അധികം തിരിച്ചറിയാത്ത ഒരു മ്യൂസിക് കമ്പോസറാണ്. വളരെ ജീനിയസ് ആയിട്ടുള്ള ഒരു മ്യൂസിക് കമ്പോസറാണ്. തമിഴിലും അദ്ദേഹം ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്, മലയാളത്തിലും അതേപോലെ. എന്നാൽ രണ്ട് സ്ഥലത്തും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ മറ്റ് മ്യൂസിക് കമ്പോസറിന്റെ ക്രെഡിറ്റിൽ വരെ പോകുന്നുണ്ട് അദ്ദേഹത്തെ അറിയാതെ. എന്നാൽ ഈ പാട്ട് എടുത്തതിൽ വളരെ സന്തോഷം. മോള് നല്ലോണം പാടി, നല്ല ഡൈനാമിക്സും എക്സ്പ്രഷൻസ് ഒക്കെ കൊള്ളാമായിരുന്നു. ചില കാര്യങ്ങളിൽ ചില സസ്റ്റെയിൻ നോട്ട്സിൽ, ചന്ദ്രിക എന്ന് പറയുന്ന സ്ഥലത്ത് ഫ്ലാറ്റായി. പലപ്പോഴും സസ്റ്റെയിൻ നോട്ട്സിൽ ഫ്ലാറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ ശ്രുതി അപ്സെറ്റ് ആകുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ആ പാട്ടിനെ അത് ബാധിക്കും. മോള് ഒരു ഫീഡ്ബാക്ക് കിട്ടാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. അത് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ വാടിക്കൊഴിയും എന്ന് പറയുന്ന വരി എവിടെയാണ്? അവിടെ നോട്ടുകളും അറിയണം. ഓക്കെ. പിന്നെ പറയുവതെങ്ങനെ? ഒന്ന് പാടുവത്. അവിടെ എന്താ വെച്ചാല് പറയുവതെങ്ങനെയെന്നാണ് ഉള്ളത്. അപ്പൊ അവിടെ ഒരു ഒഴുക്കാണ്, അല്ലെങ്കിൽ പറയുവ തെങ്ങനെന്നായി പോവും. പറയുവ അങ്ങനെ ആയി പോവും വാക്കുകൾ. അത് അതിൻ്റെ ഒരു ഒഴുക്ക. പറയുവതെങ്ങനെ അങ്ങനെ എടുക്കണം. അത് നമ്മൾ വളരെ ട്രിക്കിയാണ്. ആ തേയുടെ മുമ്പ് നമ്മൾ ഒരു ചെറിയൊരു കുനിപ്പ്, എവിടെയോ ഒരു ഒഴുകി അവിടെ എത്താൻ വേണ്ടി എന്തോ ഒരു സാധനം ചെയ്യണം, എന്നാലേ അത് എത്തുള്ളൂ. അപ്പൊ അതിന് റിസർച്ച് ചെയ്യണം നമ്മൾ. അതെങ്ങനെ ചെയ്യാൻ പറ്റും? പറയുവതെങ്ങനെ എന്നല്ലാതെ നമുക്ക് പറയുവതെങ്ങനെ എന്നാക്കാൻ പറ്റും. അവിടെ സസ്റ്റെയിൻ ആണ് ഒരു അപകടം ഉള്ളത് അല്ലേ? ആ പറയുവതെങ്ങനെ പറയുവതെങ്ങനെ അത് വ്യത്യാസമില്ലേ? അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വാക്കുകൾ മുറിക്കാതെ അക്ഷരങ്ങൾക്ക് എത്ര ബലം കൊടുക്കണം, എത്ര അണ്ടർലൈൻ ചെയ്യണം, അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ ശ്രദ്ധിക്കാൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. വേറെ ഒന്നും വലുതായിട്ടില്ല കേട്ടോ. നന്നായിട്ട് പാടി. ഞാനും മോളെ പാട്ട് സെലക്ഷന് അമ്മയ്ക്കൊരു കൺഗ്രാലേഷൻസ്.
നല്ല പാട്ട്, നല്ല വളരെ സുഖമുള്ള ഒരു ബ്രീസ് പോലെ, നല്ലൊരു തെന്നൽ പോലെയുള്ള ഒരു റൊമാൻറ്റിക് സോങ്. വളരെ സുഖിച്ചിങ്ങനെ കേട്ടിരിക്കാവുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരിത്. ഞാനിത് തന്നെ വാടിക്കുഴി, ഞാനും അതൊക്കെ എഴുതിയിട്ടുണ്ട്. ആ കാലടിയിൽ അവിടെയൊക്കെ ശ്രുതിയുടെ കുറച്ചിങ്ങനെ. പിന്നെ എന്താണ് മോള് പിന്നെ മോഡുലേഷൻസ് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചിങ്ങനെ വോയിസിൻ്റെ ഒരു സ്റ്റെബിലിറ്റി പോവോ, അങ്ങനെ ശ്രുതിയുടെ വ്യത്യാസങ്ങൾ ചെറിയത് വരുമോ, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നി ഈ സോങ് ശരിക്കും മോള് ഇത് കൊടുക്കാൻ, ഫീലിംഗ് എക്സ്പ്രഷൻ കൊടുക്കാനായിട്ട് ട്രൈ ചെയ്തു. ബട്ട് ത്രൂ യുവർ വോയിസ് ടെക്നിക്സ് കൊണ്ട് പിന്നെ ഇത് കൊടുക്കാൻ, എക്സ്പ്രഷൻസ് കൊടുക്കാനായിട്ട് ട്രൈ ചെയ്തു. ബട്ട് ഈ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി ഇറ്റ് ഷുഡ് കം ഫ്രം വിത്തിൻ യു. അത് വേറൊരു തലമാണ്. അതിനായിട്ടില്ല, അങ്ങനത്തെ ഇതൊന്നും ആയിട്ടില്ല. അത് കുറച്ച് പ്രായമായിട്ടില്ല എന്നല്ല, അതിൻ്റെ എക്സ്പീരിയൻസേ വേറെയാണ്. ഞാനത് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അത് പാടി വരുമ്പോൾ ഈ ഉള്ളിൽ നിന്ന് ഇങ്ങനെ താനെ വരുമ്പോൾ അതിന് വേണ്ട സ്ഥലങ്ങളിൽ വേണ്ട മോഡുലേഷൻസൊക്കെ താനെ വന്നോളും. ഇത് കോഷ്യസ് ആയിട്ടും കോൺഷ്യസ് ആയിട്ടും കൊടുത്ത മാതിരി ഉണ്ട്. മോളെ കുറ്റം പറയല്ല, അത് ഇപ്പോൾ അങ്ങനെ ഒരു ഇതേ ഉള്ളൂ. ഞാനത് അതിങ്ങനെ ശ്രദ്ധിക്കാൻ പറയുകയാണ്. ബട്ട് ഇങ്ങനത്തെ പാട്ടുകളൊക്കെ അത് ഒരുപാട് ഭയങ്കര ഒരു ഡെപ്തുള്ള പാട്ടുകളാണ്. അത് ഉള്ളിൽ നിന്ന് അത് വേറൊരു തലമാണ്. അതിൽ നിന്ന് ഇങ്ങനെ വരണം. അത് കുറേ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളറിയാതെ ആ ടെക്നിക്ക് എന്താ, ആ ഒരു സെൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ. അത് നന്നായിരുന്നു. പിന്നെ എനിക്ക് ഈ റാൽഫിനെ എപ്പോഴും ഞാൻ പറയാൻ വിട്ടുപോകണമാണ് കേട്ടോ. ഇത്രയും എൻജോയ് ചെയ്ത് പിന്നെ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ എപ്പോൾ നോക്കിയാലും റാൽഫിന് ഈ ചിരി, അത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. എപ്പോഴും ചിരി എന്ന് പറഞ്ഞാൽ അത് ഫുൾ 100%, 100 ഡിഗ്രി ചിരിയാണത്. അതിൽ ലേശം പോലും ഞാൻ കുറഞ്ഞ് കാണാറില്ല. അത് പറയുന്ന മാതിരി ഭയങ്കര പോസിറ്റീവാണ്. റാൽഫിനെ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് വായിക്കുമ്പോഴും. അത് കഴിഞ്ഞും കുട്ടികളുമായിട്ടുള്ള ഒരിതിനും നല്ല പിന്നെ നല്ല ഒരു ഇതാണ്, എന്താണ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഭാഗ്യമാണ് ഇങ്ങനെ ഒരാളെ കിട്ടിയത്. ജയ്ഹിന്ദ് ടിവിക്കും ഇതിൻ്റെ പുറയിലുള്ളവർക്കും ഒക്കെ പിന്നെ ഒരുപാട് താങ്ക്സ് ഞാൻ പറയുന്നു. ഓക്കെ ചേച്ചി. ഉണ്ണിമായ, നല്ല സെലക്ഷനാണ്. ഇപ്പൊ ഇവിടെ ബിജു ചേട്ടനും ടീച്ചറും പറഞ്ഞ അഡ്വൈസ് ശരിക്കും പറഞ്ഞാൽ പ്രൈസ്ലെസ് ആയിട്ടുള്ള അഡ്വൈസാണ്. അത് നാളെ ഒരു നേരത്തെ ഉണ്ണിമായക്ക് ഒരുപാട് സ്റ്റേജസിൽ പാടുമ്പോഴും എല്ലാത്തിലും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. റെക്കോർഡിങ്സിന് പാടുകയാണെങ്കിലും നാളെ ഒരുപാടധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളിവിടെ നിന്ന് ഡിസ്കസ് ചെയ്തിരുന്നു കുറച്ച്, പക്ഷെ അത്രയും വിശദമായിട്ട് ടീച്ചർ പറഞ്ഞു തന്നതും ബിജുചേട്ടൻ പറഞ്ഞു തന്നതും ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെ നെക്സ്റ്റ് ടൈം പോകണം എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ റിക്വസ്റ്റ്. ഓക്കെ. പിന്നെ ഉള്ളത് ഫീൽഡിൻ്റെ കാര്യം. പിന്നെ അതൊക്കെ പോട്ടെ. ശരിക്കും പറഞ്ഞാൽ ഈ പാട്ടിൽ ഞാൻ എന്താ പറയുക, ചെറിയ ഫ്ലാറ്റ് നോട്ട്സ്, ചെറുതായിട്ട് ഫ്ലാറ്റ് നോട്ട്സും ഹൈ റേഞ്ച് പോകുമ്പോൾ ഫീബിൾ ആവുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഉണ്ണിമായയ്ക്ക് ആ റേഞ്ച് കൾട്ടിവേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഹൈ പോകുമ്പോൾ ഇങ്ങനെ ഫീബിളാക്കി അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. റേഞ്ച് എക്സസൈസസ് ഉണ്ട്. ഫ്രം 1 point to 1 point നമ്മൾക്ക് പാടി റേഞ്ച് എക്സസൈസസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് എക്സസൈസസ് തന്നെയുണ്ട്. അത് പാടി 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 റേഞ്ച് അങ്ങ് ഉറപ്പിക്കുക. അപ്പോൾ യുവർ റേഞ്ച് വിൽ ബിക്കം ബേസും ഹൈയും ഒരേപോലെ എടുക്കാൻ പറ്റും. കാരണം ഇതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സിംഗിങ്ങിലോ നമ്മുടെ ഇന്ത്യൻ മ്യൂസിക് സിംഗിങ്ങിലോ ഈ ഒരു റേഞ്ച് വലിയൊരു റേഞ്ച് അല്ല. ഇറ്റ്സ് നോർമൽ. നമ്മൾ ഏതൊരു റെക്കോർഡിങ്ങിന് പോവുകയാണെങ്കിലും ഏതൊരു മ്യൂസിക് ഡയറക്ടർ നമുക്ക് നോർമൽ ഒരു ഡി വരെ നോർമലി എത്തണം. ഇന്ത്യൻ സിംഗിങ്ങിൽ ഫീമെയിൽ സിംഗേഴ്സിന് എത്തിയിരിക്കണം. അതിലും കൂടുതലാണ് ഞാൻ നോർമലി പറഞ്ഞതാണ്. സോ യു ഹാവ് ടു ഡു യുവർ റേഞ്ച് എക്സസൈസസ്. അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ നോട്ടൊക്കെ വളരെ സുഖമായിട്ട് എത്താൻ പറ്റും. അത് ഉണ്ണിമായയ്ക്ക് പറ്റും. ആ ഒരു കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുക. ഇത് ഇവർ പറഞ്ഞത് കൂടാണ്ടുള്ള ഒരു പോയിന്റാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഈ പാട്ടിന്റെ സെലക്ഷനായി കൺഗ്രാജുലേറ്റ് യു. നന്നായിട്ടുണ്ടായിരുന്നു. ഫീൽ ഒന്നുകൂടെ ഇൻബിൽറ്റ് ആക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. ഉണ്ണിമായ മാർക്സ് വേണോ അല്ലേ? വേണോ? വേണം. ഓക്കെ. ബിജുചേട്ടാ, ഔട്ട് ഓഫ് 30 27.25. 27.25. ചേച്ചി ഔട്ട് ഓഫ് 30 സെയിം മാർക്സ് 27.25. മേഘന എന്ത് മറ്റേ വാക്ക് മറന്നുപോയോ? ഉണ്ണി മാങ്ങാന്നൊക്കെ വിളിക്കാൻ മറന്നുപോയോ? അവസാനം വിളിക്കാൻ വെച്ചതാ. ഞാനിപ്പോ ഓർത്ത് വെച്ചിരിക്കായിരുന്നു അത്.
താങ്ക് യു ചേച്ചി. 27.5. 27.5 on 30. ഉണ്ണിമാങ്ങ. ഇനി ഓവറോൾ പെർഫോമൻസിന് എത്ര മാർക്കാണെന്ന് നോക്കാം. ബിജേട്ടാ, ഔട്ട് ഓഫ് 3. എക്സ്പ്രഷൻ 2.75 out of 3. 2.75. ചേച്ചി കോർഡിനേഷൻ 2.75. 2.75. ചേച്ചി Style, attitude, performance 3.75. 3.75. Total score is 91.25 on 100. നല്ല സ്കോറാണ് ഉണ്ണിമായ. ഇനിയിപ്പം പാട്ടിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പതിനേഴിന്റെ പൂങ്കരളിൽ പാടത്ത് പൂവിട്ടതെന്താണ് പറയാതെന്റെ പൂങ്കനവിൽ മാറത്ത് നീ തൊട്ട മറുകാണ്. ക്യൂട്ട് ഫാക്ടർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോളുടെ ഓൺ വോയിസിൽ പാടി. പ്രേമം പണ്ടേ വരച്ചിട്ട പാടത്തൂടെ നടന്നിട്ട് നീ തന്നെ ചൊല്ല്. മൊത്തത്തിലെല്ലാം കാണാൻ നല്ല ചന്തമായിരുന്നു. Ideal World Junior Idol Season 2. Jai Hind TV, for the family, for the nation. ITL World Junior Idol Season 2ന്റെ സെക്കൻഡ് സ്റ്റേജിൽ നമ്മുടെ കണ്ടസ്റ്റൻസിന് ലഭിച്ച ഒരു വളരെ വ്യത്യസ്തമായ ഒരു റൗണ്ട് ആയിരുന്നു സിംഗ് വിത്ത് പിയാനോ റൗണ്ട്. നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാം വ്യത്യസ്തങ്ങളായ ഗാനങ്ങൾ തന്നെ ഇവിടെ ആലപിച്ചു. റാൽഫിൻ ചേട്ടൻ്റെ സപ്പോർട്ടും ഉണ്ട്. അവർക്കൊക്കെ നല്ല മാർക്കും സ്കോർ ചെയ്യാൻ പറ്റി. അപ്പം എനിക്ക് ഇന്ന് ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. റാൽഫിൻ ചേട്ടൻ്റെ കൂടെ ഇന്ന് ഈ വേദി ഷെയർ ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുകയാണ്. ദർ ഇസ് എ നൈസ് സോങ് ഫോർ യു. എൻജോയ് ഇറ്റ്. ചേർന്നൊരു പാട്ടുമോളൂ മണിവീരലിനാൽ താളമേടൂ മെല്ലെ മെല്ലെ എന്നെ നീയുറക്കൂ താമര നൂലിനാൽ മെല്ലെ മേനിൽ തൊട്ടു വിളിക്കൂ താഴിട്ട് പോട്ടുമെൻ നെഞ്ചിലെ വാതിലിൽ മുട്ടി വിളിക്കൂ. തിരമേലയാടുന്ന തിങ്കൾ പോലെ ഈരത്തുലാവും നിലാവ് പോലെ നറുമഴ പോലെ നിൻ പൂച്ചിമിഴിൽ ഒരു ചെറുമുത്തുമായി കാത്തു നിൽപ്പൂ എന്നിട്ടും എന്തേ നീ എന്നെന്റെ പുലർവെയിലിരു പൂക്കൾ തന്നില്ല. ആരിരാരിരാരോ ആരാരോ ആരിരാരിരാരോ താമര നൂലിനാൽ മെല്ലേൻ മേനിൽ
പൂവേറ്റുവാടുന്ന പൂവ് പോലെ പൂങ്കാറ്റിലാടും കടമ്പ് പോലെ ഒരു കടൽ പോലെ നിൻ കാലടിയിൽ തീരനുറ കൈകളും നീട്ടി നിൽപ്പൂ. എന്നിട്ടും എന്നിട്ടും എന്തേ നീ എന്നിന്റെ നെറുകയിലൊരു മുത്തം തന്നില്ല. Let's move on to the next performance. Sing for fun rounduമായി എത്തുന്നു നമ്മുടെ സ്വന്തം ദേവിക. Put your hands together for ദേവിക. ദേവിക കുട്ടി, എന്തോ ഇന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, നല്ല pretty. ശരിക്കും സങ്കടം തോന്നുന്നു കാണുമ്പോ ഈ സാരിയൊക്കെ ചുറ്റി. വെയിറ്റ് ഉണ്ടോ? നിക്കാൻ പറ്റുന്നുണ്ടോ? അധികം ഇല്ല അല്ലേ? ഓ, വർത്താനം പറഞ്ഞു തുടങ്ങി. എന്ത് പാവായിരുന്നു ഫസ്റ്റ് സ്റ്റേജില്. ഓക്കെ, ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോന്നെ? വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന ഫിലിമിലെ 17ന്റെ പൂങ്കരളിൽ. ഓക്കെ ഓക്കെ ഓക്കെ, കലക്കണം. നല്ല മാർക്ക് മേടിക്കണം. ഓൾ ദി ബെസ്റ്റ്. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. അയ്യോ, എന്തൊരു വേദന. എന്തു പറ്റി സാറേ? ഒരു മുള്ളു കൊണ്ടു. എന്തു മുള്ള്? മീൻ മുള്ളു. ചോദിക്കുന്ന ചോദ്യം കേട്ടാൽ വേറെന്തോ കൊണ്ട മാതിരിയാണല്ലോ. പോട്ടെ സാറേ. രാജേട്ട, എന്താ സാറേ? നമ്മുടെ ഇഷ്ടം അച്ഛൻ അറിഞ്ഞു. ഈശ്വര, അച്ഛൻ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല രാജേട്ട, സമ്മതിക്കില്ല. അപ്പോൾ ആ രാജശേഖര മേനോൻ കണക്ക് കൂട്ടി തന്നെയാണല്ലേ? രാജേട്ട, എന്തു വന്നാലും ഞാൻ ചേട്ടനെ മാത്രമേ കെട്ടുകയുള്ളൂ. കരയാതെ ശാരദ, കരയാതെ. എന്തൊരു വേദന. ഞാൻ തടവിത്തരാം ശാരദ, ഞാൻ തടവിത്തരാം. നേരത്തെ ഞാൻ പോരാം 17ന്റെ പൂങ്കരളിൽ പാടത്ത് പൂവിട്ടതെന്താണ് പറയാതെന്റെ പൂങ്കനവിൽ മാറത്ത് നീ തൊട്ട മറുകാണ്
ആഹാഹാ ആഹാഹാ ഓഹോഹോ ആഹാഹാ പാടത്തോ ഞാനില്ലേ നിൻ കൂടെ 17ന്റെ പൂങ്കരളിൽ പാടത്ത് പൂവിട്ടതെന്താണ് പറയാതിന്റെ പൂങ്കനവിൽ മാറത്ത് നീ തൊട്ട മറുകാണ് പറയൂ പറയൂ നീ നല്ലഴകെ പനിനീർ ചെടിയോ പാൽമുല്ലകളോ പ്രേമം പണ്ടേ വരച്ചിട്ട പാടത്തൂടെ നടന്നിട്ട് നീ തന്നെ ചൊല്ല 17ന്റെ പൂങ്കരളിൽ പാടത്ത് പൂവിട്ടതെന്താണ് പറയാതെന്റെ പൂങ്കനവിൽ മാറത്ത് നീ തൊട്ട മറുകാണ്. രാജേട്ടാ എന്താ സാറേ ഒരു തരത്തിലും അച്ഛൻ നമ്മളെ ജീവിക്കാൻ അനുവദിക്കില്ല. കണ്ടില്ലേ ഭീമാകാരന്മാരായ 2 പേരെയും കൊണ്ട് നടക്കുന്നത്. അതിലൊരുത്തന്റെ ഒരു വിരൽ കൊണ്ടാൽ മതി സാരദേ. ഓ ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. എന്താ സാരദേ? ഈ വിഷം കലർത്തിയ ചോറ് കഴിച്ച് നമുക്ക് ജീവിതം അവസാനിപ്പിക്കാം രാജേട്ട. ഇതാ ആദ്യത്തെ ഉരുള ചോറ് ഈ രാജേട്ടൻ കഴിക്കേ. ഈ 2ാമത്തെ ഉരുള എന്റെ രാജേട്ടൻ കഴിക്കും. 3ാമത്തെ ഉരുളയും ചേട്ടൻ തന്നെ കഴിക്കേ. മതി സാരദ ചാകാനുള്ളതായി ഈ ഉരുള ചോറ് എന്റെ സാരദ തന്നെ കഴിക്കും. അയ്യോ എനിക്ക് വേണ്ട സാരദ. വിഷം കലർത്തിയ ചോറ് ഇന്ന് 3 ദിവസം ആശുപത്രി കിടക്കും. സാരദേ സാരദേ സാമദ്രോഹി. ക്യൂട്ട് ഫാക്ടേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോളുടെ ഓൺ വോയിസിൽ പാടി. മൊത്തത്തിലെല്ലാം കാണാൻ നല്ല ചന്തമായിരുന്നു. ആദ്യന്തം നല്ല കോമഡി ഉണ്ടായിരുന്നു. Jai Hind TV, for the family, for the nation. എന്റെ ദേവിക കുട്ടി എന്തോ നന്നായിരുന്നു ദേവിക. താങ്ക് യു. രാജേട്ടനും സാരഥിയും കലക്കി. താങ്ക് യു. ഭയങ്കര ആക്ടിങ് ആണല്ലോ. പക്ഷെ മോളെ ആ ഡബ് ചെയ്ത ആ സൗണ്ട് ഈശ്വരാ, മോളുടെ ഒറിജിനൽ വോയിസും അതും എവിടെ കിടക്കുന്നു? ഇഷ്ടമായോ വോയിസ്? കുഴപ്പമില്ല അല്ലേ? ഓക്കെ ഓക്കെ, ഇനി നമുക്ക് കമന്റ്സ് അറിയണം അല്ലേ? ഓക്കെ, ആരടുത്ത് ചോദിക്കണ്ടേ? നമുക്ക് രഞ്ജിനി ചേച്ചിട്ട് ചോദിച്ചാലോ? ഓക്കെ ചേച്ചി. ദേവിക എന്തോ ഈ ദേവിക സ്റ്റേജിലേക്ക് വന്നപ്പോ തന്നെ ഇഷ്ടമായി. ഈ സാരി എല്ലാം കൂടെ ഒരു ഇത്തിരി പോന്ന ദേവികയുടെ പുറത്ത് ചുറ്റി വെച്ചിരിക്കുകയാണ് അല്ലേ? ഒരു 10,000 പിൻ വെച്ച് കുത്തിയിട്ടുണ്ടാവും അല്ലേ മോളെ? നന്നായിട്ട് ഹെയറും എല്ലാം ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ നിൽക്കുന്ന ഒരാളുടെ പെർഫോമൻസ് അല്ല ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടേ. അത്രയും പ്രൊഫഷണലായ ആർട്ടിസ്റ്റിന്റെ കൂടെ തന്നെ നിന്ന് അവരോട് തന്നെ ശരിക്കും ചാലഞ്ച് ചെയ്ത് അവരുടെ കൂടെ അതുപോലെ സാരഥിയായിട്ട് തന്നെ അഭിനയിച്ചു. വളരെ നന്നായിരുന്നു. നല്ല ഭംഗിയിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞ് പാട്ട് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആളിച്ചിരി സൈലന്റ് ആയി. കാരണം ശ്രദ്ധിച്ച് പാടേണ്ട പാട്ടാണ്, എനിക്കറിയാം. നന്നായി പാടി, മോളുടെ ഓൺ വോയിസിൽ പാടി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. അതിലൊരു ക്യൂട്ട് ഫാക്ടർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോളുടെ ഓൺ വോയിസിൽ പാടി. പിന്നെ അതിൽ കുറച്ച് സംഗതികളൊക്കെ ഇടയ്ക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് സ്ലിപ്പായി. സാരമില്ല, ഇറ്റ്സ് ഓക്കെ, നെക്സ്റ്റ് ടൈം കവറപ്പ് ചെയ്യുക. പക്ഷെ ഓൺ ദ ഹോൾ നല്ലൊരു ആക്ടായിരുന്നു. നന്നായിട്ട് അവസാനിപ്പിച്ചു. അവസാനത്തെ ലാൻഡിങ്ങും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് നൈസ്. മോളുടെ കഴിവിന്റെ പരമാവധി മോളോട് ചെയ്തിട്ടുണ്ട്. ഗോഡ് ബ്ലെസ്. ദേവിക എന്തോ നല്ല പാട്ട് കേട്ടോ. മോഹൻ സിത്താര ചേട്ടൻ സംഗീതം ചെയ്ത് വയലാർ ശരത്തേട്ടൻ എഴുതിയ പാട്ടാണ്. ഇതില് മോള് ആദ്യന്തം നല്ല കോമഡി ഉണ്ടായിരുന്നു. മൊത്തം പ്രൊഡക്ഷനിൽ നല്ല കോമഡി ഉണ്ടായിരുന്നു.
മോളുടെ പാട്ടും നല്ല രസമായിരുന്നു. ഇടയ്ക്കൊന്ന് ക്ഷീണിച്ചു മോളൊന്ന് കിതച്ചു ഒന്ന് തീരണതിന് മുമ്പ് അല്ലേ? മോളുടെ പ്രായത്തിന്റെ ഒരു ഇതാണ്. പിന്നെ എനിക്ക് മോളോട് സജസ്റ്റ് ചെയ്യാനുള്ളത്, ഇപ്പോൾ ഒരു ഒറിജിനൽ ട്രാക്ക് കേൾക്കുമ്പോൾ അത് മിമിക് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അവര് ഒറിജിനൽ സിംഗർ എങ്ങനെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മളൊന്ന് കേട്ടാൽ നന്നായിരിക്കും. ആ സ്വീറ്റ് ഒരു എന്താ പറയാ, സ്വീറ്റായിട്ട് അവരെങ്ങനെ പാടുന്നു, ആ പാട്ട് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മളൊന്ന് നോക്കിയാൽ കൊള്ളാം കേട്ടോ. 17 വ്യത്യാസമില്ലേ രണ്ടും? 17 പൂങ്കരളിൽ, അങ്ങനെ കുറച്ച് നമ്മൾ അതൊന്ന് കേട്ട് അതുമായിട്ടൊന്ന് പൊരുത്തപ്പെടാൻ നോക്കണം കേട്ടോ പാട്ട്. പിന്നെ അനുപല്ലവിയും ചരണവും ആ ഒരു ഇതൊന്ന് സ്ലിപ്പായി അത് പഠിക്കാൻ നോക്കണം. അത് അതേതാ? മനസ്സിന്റെ പാടും. മനസ്സിലെ തോട്ടം കാണാൻ അത് പതുക്കെ പാടി പഠിക്കണം. മനസ്സിലെ തോട്ടം അല്ല അത് പഠിച്ചാൽ മതി മോള് കേട്ടോ. പതുക്കെ പാടി പഠിക്കണം, എന്നിട്ട് സ്പീഡാകണം കേട്ടോ. പഠിക്കുമ്പോ അങ്ങനെ പഠിക്കണം. ഓക്കെ, വേറൊന്നുമില്ല. നന്നായിരുന്നു. ഗുഡ് ലക്ക്. മോൾക്ക് എത്ര വയസ്സായി? 10 വയസ്സ്. 10 വയസ്സ്. ഒരു 7 വയസ്സും കൂടെ കൂട്ടി 17ന്റെ തന്നെ ഒരു ശൃംഗാരമൊക്കെ ആദ്യം കാണിച്ചു. ഞാൻ വിചാരിച്ചു അയ്യോ അതെങ്ങനെയൊക്കെ കാണിക്കണു. വളരെ നന്നായിട്ട് അതിലങ്ങ് ആ ഒരു ട്രാക്കിലായി. ആ ഒരു ശൃംഗാരമൊക്കെ ആദ്യമായിട്ട് നല്ല രസമായിരുന്നു. പിന്നെ പാട്ടിൻ്റെ ഇതിൽ എനിക്ക് ഇതാണ്, മോളിലൊക്കെ പോയപ്പോഴത്തേക്ക് കുറച്ച് അത് മോളുടെ വോയിസ് ഒന്ന് ഒരു സീസൺഡ് ആവാനുള്ള പ്രായമായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞ മാതിരി ആ വയസ്സിൻ്റെ ഇന്നസെൻസ് പാട്ടിലുണ്ടായിരുന്നു. പക്ഷേ നല്ലോണം ഇൻവോൾവ് ചെയ്തു, അത് പാടുകയും ചെയ്തു. മൊത്തത്തിലെല്ലാം കാണാൻ നല്ല ചന്തമായിരുന്നു, നന്നായിരുന്നു. താങ്ക് യു ജഡ്ജസ്. ദേവികുട്ടി, മോള് ചെറുപ്പമല്ലേ, പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഈ റൗണ്ടിന് എത്ര മാർക്ക് ഉണ്ട് നോക്കാം അല്ലേ? ബിജേട്ടാ, ഔട്ട് ഓഫ് 30 26.5. 26.5. ചേച്ചി 26.5. again 26.5. ചേച്ചി എനിക്ക് ഒരു അരമാർക്ക് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. 27. താങ്ക് യു ഫോർ ദാറ്റ്. ഇനി ഓവറോൾ പെർഫോമൻസിന് എത്ര മാർക്കാണെന്ന് നോക്കാം. ബിജേട്ടാ, എക്സ്പ്രഷനിലാണ് മോള് ഇനി വളരേണ്ടത്. മോള് കൊച്ചുകുട്ടിയാണ്, ഇനി അത് പഠിക്കേണ്ടിയിരിക്കുന്നു. 2.25 out of 3. 2.25 on 3. ചേച്ചി മോൾക്ക് നല്ല ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ. 2.75. 2.75 on 3. രഞ്ജിനി ചേച്ചി ഔട്ട് ഓഫ് 4? 4-ൽ 3.75. 3.75 on 4 and your total score is 88.75 on 100. ദേവികുട്ടി, ഇങ്ങനൊക്കെ പോയാൽ മതിയോ? നമുക്ക് നല്ല മാർക്ക് വാങ്ങിക്കണ്ടേ? നമ്മുടെ ചേച്ചിയും ചേട്ടന്മാരൊക്കെ നല്ല മാർക്കാണ് വാങ്ങിക്കുന്നത്, 90s ഒക്കെയാണ് വാങ്ങുന്നത്. ഇംപ്രൂവ് ചെയ്യണം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അയ്യോ, ഇന്നത്തെ ടൈം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. ബട്ട് ബിഫോർ ദാറ്റ് ലെറ്റ് മീ മെൻഷൻ യു സംതിങ്. നമ്മളുടെ മെയിൻ സ്പോൺസേഴ്സ് ആണ് ITL വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി. നമ്മളെല്ലാവരും തന്നെ യാത്ര ചെയ്യാൻ കൊതിക്കും, ബട്ട് ദർ ആർ മെനി കൺഫ്യൂഷൻസ്, ദർ ആർ മെനി ചോയ്സസ് ഓൾസോ, ബട്ട് ദ റൈറ്റ് ചോയ്സസ് ITL വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി. ബൈ സേയിങ് ദാറ്റ്, ഇറ്റ്സ് മീ മേഘ്ന signing out from your favorite show ITL World Junior Idol Season 2. Take care, good night and bye bye. മാർഗഴിപ്പൂവേ മാർഗഴിപ്പൂവേ ഉന്മടി മേലേ ഒരിടം വേണ്ടും. മോള് ഇത് പാടിയാലും നന്നായനെ. ഒറിജിനൽ ട്രാക്ക് മോളായിരുന്നെങ്കിലും അസലായനെ. പാടി വരും മണ്ടുക്ക് ചെന്തേ തந்து വിടു சிறு പൂക്കൾ കൊഞ്ചം പാട വരും പെണ്ണുക്ക് ചന്തം തந்து വിടു മൈനാക്കൾ വെൺപ. കാണാനും കേൾക്കാനും ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. പാട്ട് ഞാൻ കേട്ടിടത്തോളം വാസ് ക്ലീൻ. കഴിഞ്ഞ റൗണ്ടിനെ അപേക്ഷിച്ച് വളരെ വളരെ ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. 18 കണ്ടസ്റ്റൻസിൽ നിന്നും 6 പേര് ഇന്ന് ഡേഞ്ചറസ് സോണിൽ എത്തിയിരിക്കുകയാണ്.
ഒരു കോമ്പറ്റീഷൻ ആവുമ്പോൾ ഒറ്റ വിന്നറേ പറ്റുള്ളൂ. അപ്പം അതിന് നമ്മൾ ഈ എലിമിനേഷൻ പ്രോസസ്സിൽ കൂടെ പോയേ പറ്റൂ. നമ്മൾ ഇൻകോമ്പിറ്റന്റ് സിംഗർ ആണെന്ന് ഒരിക്കലും വിചാരിക്കരുത് ഈ ഒരു അവസ്ഥയിൽ ഔട്ടാകുന്നത് കൊണ്ട്. Remy Tommy and Meghna's costume sponsored by Zarina, Catholic Center, General Hospital Junction, Trivandrum.